എല്ലാവർക്കും നമസ്കാരം. ആരാധനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ആടി മാസം കാർത്തിക നക്ഷത്രം, ആടി കൃത്തിക അല്ലെങ്കിൽ കർക്കിടക മാസത്തെ കാർത്തിക നക്ഷത്രം ശ്രീ മുരുകന് ഒരുപാട് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അപ്പോൾ ഒന്ന് ചൊല്ലിക്കോളൂ. ശിവത്രിവേൽ മുരുകനുക്ക് ഹരഹരോ ഹരഹര. ആറുപട വീട് ഏതെല്ലാമാണെന്ന് നോക്കാം. ആദ്യത്തേതായി തിരുപ്പുറം കുൻട്രം. അപ്പോൾ മധുരയിൽ ഒരു മലയുടെ മുകളിലായിട്ടാണ് തിരുപ്പുറം, മലയുടെ അകത്തായിട്ടാണ് തിരുപ്പുറം കുൻട്രം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടെ ദേവയാനി ദേവയാനിയായിട്ടാണ്, വള്ളിയുടെ കൂടെയല്ല ദേവയാനിയുടെ കൂടെയാണ് മുരുകൻ്റെ ഒരു പ്രതിഷ്ഠ അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ വേലനാണ് അഭിഷേകം ചെയ്യുന്നത്, മുരുകനല്ല, വേലനാണ് അവിടെ അഭിഷേകം ചെയ്യുന്നത് എന്നുള്ളൊരു പ്രത്യേകതയാണുള്ളത്. രണ്ടാമതായിട്ടുള്ളത് തിരുച്ചെന്തൂരാണ്. തിരുച്ചെന്തൂർ എന്താണെന്ന് വെച്ചാൽ കേൾക്കുമ്പോൾ തന്നെ ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ, തിരുച്ചെന്തൂരിൻ കടലോരത്തിൻ അല്ലേ. അപ്പോൾ ഒരു സീഷോറിലാണ് അതുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശൂരൻ, അത് അസുരൻ എന്നല്ല, ശൂരസംഹാരം നടന്ന ഒരു സ്ഥലമാണ് തിരുച്ചെന്തൂർ എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഇവിടെ ഉള്ളത്. മൂന്നാമതായി പഴനി. അപ്പോൾ ഒരുപാട് പേര് പോകാനിടയുള്ള ഒരു സ്ഥലമാണ് പഴനി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പഴനി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ കുഴന്തൈ, അതായത് ചെറിയൊരു കുഞ്ഞ് കുഴന്തൈ വേലായുധ സ്വാമിയായിട്ടാണ് പഴനിയിലെ പ്രതിഷ്ഠ. കുഞ്ഞ് മുരുകരായിട്ടാണ് പ്രതിഷ്ഠ. ഒരു മലയുടെ മുകളിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. 690 സ്റ്റെപ്സാണ് ഇവിടേക്ക് കയറാനായിട്ട് ഉള്ളത്. ഓക്കെ. അടുത്തതായി സ്വാമിമലൈ. ഇത് കുംഭകോണത്തിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് കയറി ചെല്ലാൻ 60 പടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശ്രീ മുരുകൻ സ്വന്തം അച്ഛനായ മഹാദേവന് ഓം എന്ന മന്ത്രത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്ത ഒരു സ്ഥലം, ഒരു പ്രണവ മന്ത്രമാണല്ലോ അല്ലേ, ആ മന്ത്രത്തിൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞു കൊടുത്ത ഒരു സ്ഥലമാണ് ഇത് എന്നുള്ളതാണ് ഈ ഒരു അമ്പലത്തിൻ്റെ അല്ലെങ്കിൽ ഈ ആറുപട വീടിലെ ഇതിൻ്റെ പ്രത്യേകത. അടുത്തതായി തിരുത്തണി. തിരുത്തണി ചെന്നൈയിൽ നിന്നും ഏകദേശം 75 കിലോമീറ്റർ ദൂരെയാണ് തിരുത്തണിയുള്ളത്. ഇപ്പോൾ ഈ ശൂരസംഹാരമൊക്കെ നടന്നു കഴിഞ്ഞ് ഒന്ന് സമാധാനം കിട്ടാൻ വേണ്ടി, റെസ്റ്റ് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടി ഇവിടെ വന്നിരുന്നു എന്നാണ് പറയാറുള്ളത്. ഇവിടേക്ക് നമുക്ക് കയറി ചെല്ലാനായി 365 പടികളാണുള്ളത്. 365 പടികൾ വർഷത്തിലെ ദിവസങ്ങളെ ഒന്ന് പ്രതിനിധാനം ചെയ്യുന്നതുമാണ്. അടുത്തതായി പഴമുതിർ ചോല. മധുരയിൽ നിന്നും 20 കിലോമീറ്ററോളം അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വള്ളിയും ദേവയാനിയും ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതേപോലെ തന്നെ അവ്യാരുടെ ഒരു പോയറ്റ്, ഫേമസ് ആയിട്ടുള്ളൊരു പോയറ്റ് അവ്യാരുടെ ഞാൻ എപ്പോഴെത്തിപ്പിഴുന്ത് ആ സോങ്ങൊക്കെ, ആ ഒരു പോയമൊക്കെ എഴുതിയത് ഇവിടെ നിന്നാണ്. അതേപോലെ സുട്ടപ്പഴം, സുഡാതപഴം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നതും എല്ലാം ഈ പഴമുതിർ ചോലയിൽ വെച്ചിട്ടാണ്. ഇതിൽ നിങ്ങൾ പോയ ക്ഷേത്രത്തിൻ്റെ പേര് താഴെ കമൻറ്റ് ചെയ്യൂ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.